സയ്യിദത്തി, നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. എന്തൊരു സമൃദ്ധിയുള്ള കാലമാണ്, വസന്തകാലമാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ സഹായകമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹദിയായ ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ബീവി ആരാധനയിലാണ്. വീട്ടിന്റെ അകത്തളത്തിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അടിമപ്പെണ്ണ് വന്ന് വിളിച്ചു, യാ സയ്യിദത്തി, നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ. എന്തൊരു സമൃദ്ധിയുള്ള കാലമാണ്, വസന്തകാലമാണ്. പുറത്ത് നല്ല ഭംഗിയുള്ള പുഷ്പങ്ങളും മരങ്ങളും പക്ഷികളും അത്ഭുതവും സന്തോഷവും നൽകുന്ന ധാരാളം നയനമനോഹരമായ കാഴ്ചകൾ പുറത്തുണ്ട്. ബീവിയോട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സേവകിയായ പെണ്ണ് പറഞ്ഞപ്പോൾ ബീവിയുടെ മറുപടി, മോളെ, ഞാൻ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹദിയോട് പറഞ്ഞു അടിമപ്പെണ്ണ്, മഹദിയായവരെ, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ സഹായകമാകും. മഹദി പറഞ്ഞു, വേണ്ട, എനിക്ക് വീടിന്റെ അകത്തളത്തിലിരുന്ന് എന്റെ റബ്ബിനിക്ക് ധാരാളം ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ചൊല്ലി എന്റെ റബ്ബിനെ കാണാനാണ് എനിക്കിഷ്ടം. ഇബാദത്തുകൾ ധാരാളം ചെയ്ത് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കാണാനും മനസ്സിൽ ആ റബ്ബിന്റെ സാന്നിധ്യം കൊണ്ടുവരാനും എനിക്ക് സാധിക്കുന്നുണ്ട്. സൃഷ്ടികളിൽ നിന്ന് റബ്ബിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആരാധനകളിലൂടെ റബ്ബിനെ കണ്ടെത്താനാണ്. പ്രിയമുള്ളവരെ, ആരാധന അന്യമായി കൊണ്ടിരിക്കുമ്പോൾ, രഹസ്യമായ ദിക്റുകളും തഹ്ലീലുകളും തസ്ബീഹുകളും അന്യമായി കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ആ സുഹൃതങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അള്ളാഹുവിനെ നമ്മൾ അറിയണം. സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനപ്പുറം ദൈവികമായ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബിലുള്ള വിശ്വാസം ദൃഢമാകണം.